അതിഗുരുതരമായ ആരോപണമാണ് PV അൻവർ ഇന്ന് ആഭ്യന്തര വകുപ്പിനെതിരെ ഉയർത്തിയിട്ടുള്ളത്. കഴിഞ്ഞ 2 ദിവസക്കാലമായി ഒരു ഭരണകക്ഷി MLA സംസ്ഥാനത്തെ പോലീസ് ഭരണത്തിൽ അധോലോകമുണ്ട് എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു? മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയും അതോടൊപ്പം തന്നെ PV അൻവറുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ക്രിമിനൽ മൈൻഡുള്ള ഒരു ADGPയും ചേർന്ന് കേരളത്തിൽ എല്ലാ തരത്തിലുള്ള വൃത്തികേടുകൾക്കും നേതൃത്വം കൊടുക്കുന്നുവെന്നൊരു ഭരണകക്ഷി MLA പറയേണ്ടി വരുന്ന സാഹചര്യം എത്രമാത്രം അപമാനകരമാണ്. നാണമുണ്ടെങ്കിൽ ഈ മുഖ്യമന്ത്രി രാജിവെച്ചു പോയല്ലേ വേണ്ടേ? ഈ സ്ഥാനത്തിരിക്കാൻ യോഗ്യനാണോ? മന്ത്രിമാരുടെയും MLAമാരുടെയും ഫോണുകൾ വരെ ടാപ്പ് ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു? സാധാരണഗതിയിൽ ഒരു വ്യക്തിയുടെ ഫോൺ ടാപ്പ് ചെയ്യുന്നതിന് പലതരത്തിലുള്ള നിയമപരമായ നടപടികളും സ്വീകരിച്ച് വേണം ചെയ്യാൻ. എല്ലാവരുടെയും ഫോണുകൾ അങ്ങനെ ടാപ്പ് ചെയ്യാൻ കഴിയില്ല. പോലീസ് മാത്രം വിചാരിച്ചാൽ ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഇത്. ഏതായാലും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ വൃത്തികെട്ട ഒരു ഭരണമാണ്. അധോലോകത്തിൻ്റെ പിടിയിലായിരിക്കുന്നു കേരളത്തിലെ പോലീസ്. പൊളിറ്റിക്കൽ സെക്രട്ടറിയും ഈ ADGPയും ചേർന്നുകൊണ്ട് സ്വർണ്ണക്കള്ളക്കടത്ത് വരെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് ഒരു ഭരണകക്ഷി MLA പറയുമ്പോൾ എന്താണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത്? എന്താണ് ഈ കേരള പോലീസിൻ്റെ അവസ്ഥ? കേരള പോലീസിന് ഇതുപോലൊരു അപജയമുണ്ടായൊരു കാലമുണ്ടായിട്ടുണ്ടോ? അന്തസ്സില്ലാത്ത ഒരു ഭരണകൂടമാണ് കേരളത്തിൽ നിന്ന് നിലവിലുള്ളത്. ഒരു കാലത്തും ഭരണകക്ഷിയിൽപ്പെട്ട MLAമാർ പോലീസിനെതിരെ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അന്വയിച്ച ആരോപണങ്ങൾ ഒരു CBI അന്വേഷണത്തിന് വിടാൻ മുഖ്യമന്ത്രി തയ്യാറാകണം. മുഖ്യമന്ത്രി നമശിവ മജിസ്ട്രേറ്റായിട്ടിരിക്കുകയാണ്. ഭരിക്കുന്നതെല്ലാം പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. നേരത്തെ തന്നെ ഉയർന്നു വരുന്ന ആരോപണമാണ്. അദ്ദേഹം ഇതൊന്നും അറിയുന്നില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പങ്കോടുകൂടിയാണ്, അറിവോടുകൂടിയാണ് ഇത് ചെയ്തതെന്ന് വേണം നമുക്ക് കരുതുവാൻ.